സുഹൃത്തുക്കളെ അറിഞ്ഞില്ലേ, ഹൈദരാബാദ് എഫ് സിയിൽ ആഡി സെയിൽ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു ട്രോളിൻ്റെ ബേസിലാണ് ഈ ഒരു തമ്മിലൊക്കെ ക്രിയേറ്റ് ചെയ്തത്. സോ ഒരു ക്ലബിൻ്റെ ഒരു മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത്. പക്ഷേ അത് ബാക്കിയുള്ള ക്ലബ്സുകളെല്ലാം അതൊരു സെയിലായിട്ട് കണ്ട്, ആഡി സെയിലായിട്ട് കണ്ട് മാക്സിമം താരങ്ങളെയൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെയാണ് ക്ലബ്ബ് വിട്ട് പോകുന്നത്. അതിൽ വിദേശ താരങ്ങളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഓൾറെഡി പോയി കഴിഞ്ഞു. എനിക്കൊന്ന് ഇനി ഹാവ് വിക്ടറിൻ്റെ കാര്യത്തിലാണ് കൺഫർമേഷൻ വരേണ്ടത്. ഇനി ഇന്ത്യൻ താരങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടിംഗ് 11 കളിക്കുന്ന പല താരങ്ങളും തന്നെ നമുക്കിപ്പോൾ നോക്കുന്ന സമയത്ത് സനാ സിംഗ് ബംഗളൂരു എഫ് സി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. വിഘ്നേഷ് ഒഡീഷ എഫ് സിയിൽ നേരത്തെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹിതേഷ് ശർമ്മയും ഒഡീഷ എഫ് സിയിൽ ജോയിൻ ചെയ്യുന്നു. മുഹമ്മദ് യാസിർ ഗോവയിൽ ജോയിൻ ചെയ്തിരുന്നു. ഇപ്പം നിംദോർജിത്ത് തവാങ് എന്ന് പറഞ്ഞിട്ടുള്ള താരം ഗോവയിൽ ജോയിൻ ചെയ്യുന്നു. അപ്പം സന്ദേശ് സിംഗിൻ റെസ്റ്റ് ഓഫ് ദി സീസൺ കളിക്കില്ല എന്നുള്ളൊരു സാഹചര്യമുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് മനോലയ്ക്ക് പരിചിതനായിട്ടുള്ള കളിക്കാരൻ കൂടിയാണ് നിംദോർജി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന് അവിടെ ഒരു ഫസ്റ്റ് ചോയ്സ് പ്ലെയർ എന്ന നിലയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേക്കാം, ഒരു സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ. അതുപോലെ നിഖിൽ പൂജാരി ഇതേ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ട്വിസ്റ്റുകളായിരുന്നു. ആദ്യം റൂമേഴ്സ് ഈസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ള തരത്തിലായിരുന്നു. പിന്നീട് മുംബൈ സിറ്റി എഫ് സി ആണ് ആ റേസിൽ മുൻപിൽ നിൽക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നു. ഇപ്പോൾ ഇതാ ബംഗളൂരു എഫ് സിയിലേക്ക് താരം ജോയിൻ ചെയ്യുന്നു. അതാണ് ആ റൈറ്റ് ഡിസിഷൻ എന്നുള്ള തരത്തിൽ അദ്ദേഹം ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഐ തിങ്ക് ഈ പറഞ്ഞ ഇപ്പം ഈസ്റ്റ് ബംഗാളിൽ പോയാലും അല്ലെങ്കിൽ ഇപ്പം മറ്റൊരു ക്ലബ്ബിൽ പോയാലും അതിനേക്കാൾ കൂടുതൽ ഒരു ഓപ്പർച്യൂണിറ്റി ബി എഫ് സിക്കുള്ള സാധ്യത കൂടുതലാണ്. കാരണം ബി എഫ് സിയിൽ റോഷനാണ് ആ റൈറ്റ് ബാക്കായിട്ട് കൂടുതലും കളിക്കുന്നത്, ലെഫ്റ്റിൽ ജസലുമാണ്. സോ റോഷനെ ഈസി ആയിട്ട് ലെഫ്റ്റിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. അദ്ദേഹം ബേസിക്കലി ലെഫ്റ്റ് ബാക്കാണ്. അപ്പം നിഖിൽ പൂജാരി അവിടെ ഒരു ഓപ്ഷനാണ്. പിന്നെ നിഖിൽ പൂജാരി ഒരു കർണാടകയായിട്ടുള്ളൊരു താരം കൂടിയാണ്, ഐ മീൻ കന്നഡികയായിട്ടുള്ളൊരു താരം കൂടിയാണ്. സോ അങ്ങനത്തെ ഒരു പ്ലെയറെ കൂടി അവർക്ക് കിട്ടും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് നടക്കുമോ എന്നുള്ളത് അറിയത്തില്ല. വെയിറ്റിംഗ് ഫോർ ദ ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ആഡീസെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്തത് ബംഗളൂരു എഫ് സി ആണെന്ന് തന്നെ പറയാം. ഒരു റിസർവിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യുന്ന കണക്കെയാണ് പ്ലേയേഴ്സിനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ഒരു സമ്മറിൽ തന്നെ അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയാണ് ഹൈദരാബാദ്. അപ്പം ഹാളിച്ചർ നസീറേയും രോഹിത് ദാനുവിനെയും സ്വന്തമാക്കിയിരുന്നു. ഇപ്പം ഇതാ സനാ സിംഗിനെ, നിഖിൽ പൂജാരി എന്നുള്ള ഒരു തരത്തിലേക്ക് വരുന്നു. അവരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് വെക്കാൻ പറ്റുന്ന താരങ്ങളെയൊക്കെ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിതിലില്ല, കണ്ടാൽ മതി എന്നുള്ളൊരു സീനിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഹൈദരാബാദ് എഫ് സിയിൽ ഇപ്പം മെയിൻ പ്ലേയേഴ്സിൻ്റെ ഒരു സ്ക്വാഡ് ലിസ്റ്റ് ആയിരിക്കും ഒരു 16 പ്ലേയേഴ്സോ മറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ റിസർവിൽ നിന്ന് ആഡ് ചെയ്യുമായിരിക്കും. എനിക്ക് ഇതിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കെ ബി എഫ് സിക്ക് നിലവിൽ സാഹചര്യം വെച്ച് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറായിട്ട് തോന്നുന്നത് അബ്ദുൾ റബി എന്ന് പറയുന്ന മലയാളി താരമാണ്. അദ്ദേഹം ഒരു റൈറ്റ് വിങ് ബാക്ക് ആയിട്ടും റൈറ്റ് മിഡ്ഫീൽഡർ എന്ന നിലയിലൊക്കെ കളിക്കുന്ന പ്ലെയറാണ്. ഏഷ്യൻ ഗെയിംസിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെർഫോമൻസ് ഒക്കെ വന്നിരുന്നു. പിന്നെ കെ ബി എഫ് സിയുടെ റിസർവ് സൈഡിൽ കളിച്ച പ്ലെയറാണ്. കെ ബി എഫ് സി സ്വന്തമാക്കിയ സമയത്ത് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കളിച്ചിരുന്നൊരു താരമായിരുന്നു എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്. അതിപ്പം ഈ ഒരു ജനുവരിയിൽ നടക്കുമെന്നുള്ള അറിയത്തില്ല. ജനുവരിയിൽ റബി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ സമ്മറിലെങ്കിലും ആ ഒരു താരത്തെ സ്വന്തമാക്കിയാൽ നന്നായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഫോർ മീ പ്രബീർ ദാസ് ആ ഒരു നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ചിന്തിക്കാൻ പറ്റുന്ന താരമല്ല. എനിക്ക് അത്രയൊരു ഇമ്പ്രസീവ് പെർഫോമൻസ് ആയിട്ട് സോഫാർ തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് ആ ഒരു വൈകാരികമായിട്ട് ഒരുപാട് ആരാധകർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു 3 ഗോളെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിൽ നിന്ന് സോഫാർ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതും ആലോചിക്കുക, സൂപ്പർ കപ്പും ഇതൊക്കെ ഉൾപ്പെടെ, ഞാൻ സൂപ്പർ കപ്പിലെയും ISL മാത്രമാണ് പറയുന്നത്, അത് ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ ഒരു 15 മാച്ചേ കളിച്ചിട്ടുള്ളൂ. സോ അതൊരു മിസ്റ്റേക്സ് അത്ര നല്ലതല്ല. അദ്ദേഹത്തിന് ഒരുപാട് ഗെയിം ടൈം കിട്ടിയിട്ടില്ല. കാരണം കുറേ മത്സരങ്ങൾ അദ്ദേഹം ബെഞ്ചിലായിരുന്നു, പിന്നെ സസ്പെൻഷനൊക്കെയാണ്. ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ ഒരു മിസ്റ്റേക്സ് അദ്ദേഹം വരുത്തുന്നു എന്നുള്ളതായാലും ബ്രൈസിനെയും അല്ലെങ്കിൽ വിദ്യയെയും ഒക്കെ പഞ്ചാബിലേക്ക് കൊടുക്കുന്നു, അവിടുന്ന് ഫീ ഒക്കെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. അത് എനിക്കറിയാം. കെ ബി എഫ് സിയുടെ ആ ഒരു ട്രാൻസ്ഫർ ജാലകം അങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഇത് ഈ പറഞ്ഞ ഹൈദരാബാദ് എഫ് സിയുടെയായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുക. എനിക്കാണെന്ന് സനിയ.